സുഹൃത്തുക്കളെ, സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം എങ്ങനെ 20-ാം നൂറ്റാണ്ടോടുകൂടി ശാസ്ത്രലോകത്തെ ഒരു യുഗപരിവർത്തനം നടത്തിയോ അതിനനുസരിച്ച രീതിയിലുള്ള സാമൂഹ്യ തലത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്, നടക്കുന്നത് 100% നടന്നേ പറ്റുള്ളൂ. അതിന് എത്ര കണ്ട് നമ്മളവിടെ കമ്മ്യൂണിസ്റ്റ് ദർശനം വളരുന്നുണ്ട്, വികസിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നർത്ഥം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ കമ്മ്യൂണിസം ഇന്ത്യയുടേതാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ജനങ്ങളുടെ ഇതാകണമെങ്കിൽ അതിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ കഴിഞ്ഞ ഒരു 40 കൊല്ലമായി അനുവർത്തിക്കുന്ന സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യം സോഷ്യലിസം വിത്ത് ഇന്ത്യൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് മാറ്റേണ്ടതുണ്ട് അർത്ഥം. അതനുസരിച്ച് ചൈനക്കാർ എങ്ങനെയാണ് അവരുടെ പരമ്പരാഗതമായ കൺഫ്യൂഷനിസവും അതുവഴിയുള്ള ആത്മീയ ബോധവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വാംശീകരിച്ചു, അതേപോലുള്ള ഒരു സ്വാംശീകരണം നമ്മളെ നാട്ടിലും ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വരുന്നതോടുകൂടി ഈ ഹിന്ദുത്വ വഴി ഇന്ത്യൻ ആൾക്കാരെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സമത്വം, ഇവിടെയുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും ഭൗതികമായ എല്ലാ ഉപകരണങ്ങളും പൊതുവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പൊതുവാക്കാൻ 100% തുല്യമാക്കാനൊന്നും കഴിയില്ല. എന്നാലും അത് പരമാവധി താഴെക്കടയിലുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഉള്ളത് മേലെക്കടയിലുള്ളവർക്ക് മാത്രമാണ്. മേലെ അപ്പർ ക്ലാസ്സിന് മാത്രമുള്ള നമ്മുടെ വിഭവങ്ങൾ ഏറ്റവും താഴെയുള്ള ആൾക്കാർക്ക് കൂടെ ലഭ്യമാകുന്ന ഒരു ദർശനം, അതാണിപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ കണ്ടത്. കേരളത്തിലും ഇന്ത്യയിലും നോക്കിയാൽ വികാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വികാസം ഇന്ത്യയിലൊന്നായിട്ട് കാണിക്കുന്ന നരേന്ദ്രമോദി പറയുന്ന വികാസം ഏറ്റവും കൂടുതൽ പണക്കാരായവർക്കുള്ള വികാസമാണ്. അതായത് അംബാനിക്കും അഡാനിക്കും അവരുടെ സ്വത്തിനും ഭയങ്കര വികാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്വരിൽ നിസ്സരായ, ഗാന്ധിജി പറഞ്ഞ പോലെ നിസ്വരിൽ നിസ്സരായവർക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള ചെറിയ വ്യത്യാസം, അല്ലെങ്കിൽ വലിയ വ്യത്യാസം, അല്ലെങ്കിൽ യുഗപരിവർത്തനം എന്ന് തന്നെ പറയാവുന്ന ഈ ദർശന വ്യത്യാസമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കമ്മ്യൂണിസത്തെ പൂർണ്ണമായിട്ടും ഭൗതികമായി അംഗീകരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കും, എതിർക്കും എന്ന ഭയം കാരണം ഇമ്പാച്ചി കാട്ടിയിട്ടാണ് ഈ BJPക്കാരും മുസ്ലിം ലീഗുകാരും ഒക്കെ തന്നെ കമ്മ്യൂണിസത്തെ തടഞ്ഞു നിർത്തുന്നത്.
അല്ലെങ്കിൽ അതിലുള്ള ആശയത്തിന് എതിർക്കാൻ കഴിയുന്നത് കൊണ്ടല്ല. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രയാസമില്ല. പ്രത്യേകിച്ചും നമ്മുടെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം വന്നതോടുകൂടി പൂർണ്ണമായ ശരികളില്ല, പിന്നെ പൂർണ്ണമായ തെറ്റുമില്ല. അതിൽ ഏറ്റവും ശരി എന്താണോ അതേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശരി മാത്രം എടുക്കുക എന്നർത്ഥം. ഇന്നത് പൂർണ്ണമായിട്ടും തെറ്റ്, ദൈവം പൂർണ്ണമായിട്ടും തെറ്റ്, പിശാച് പൂർണ്ണമായിട്ടും തെറ്റെന്നുള്ള പരിപാടിയല്ല. ഇതിൽ എന്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവമായിക്കോട്ടെ പിശാച്ചായിക്കോട്ടെ നല്ല കാര്യം ചെയ്താൽ അത് ശരി, തെറ്റാണോ വേണ്ട, അല്ലെങ്കിൽ അപകടമുള്ളതാണോ വേണ്ട. അല്ലാത്തിടത്തോളം കാലം അതിനെ താൽക്കാലികമായി നിലനിൽക്കാൻ അനുവദിക്കുക. സാംസ്കാരികമായി എന്ന് ഇല്ലാതാവണോ ഇല്ലാതാവുമ്പോൾ മാത്രം ഒഴിവാക്കാനുള്ള ഒരു ഇതുണ്ടാവുക. മാത്രമല്ല ഈ മാറ്റം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മാറ്റം എന്നത് യഥാർത്ഥത്തിൽ ആന്തരികമായി ഉണ്ടാവേണ്ടതാണ്. ആന്തരികമായ ചോദനയാൽ, പ്രകൃതിദത്തമായ ചോദനയാൽ ഉണ്ടാവുന്നത് മാത്രമേ യഥാർത്ഥ മാറ്റമാവുകയുള്ളൂ. ഒരു പൂവ് വിരിയാൻ അത് എവിടെയാണ് ഇരിക്കണം അവിടെ ഇരുന്നാൽ മതി. അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ചെടിയിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് വെള്ളവും വളവും മറ്റൊക്കെ കിട്ടുമ്പോൾ അതിന് ആ സമയമാകുമ്പോൾ അതങ്ങനെ നേരും. അപ്പോൾ അതിന് വേണ്ട ഉയർപ്പം, വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യും. നേരെ മറിച്ച് അത് പൊളിച്ചെടുത്തിട്ട് അതിനെ പിച്ചിപ്പൊളിച്ചാലോ വിരിഞ്ഞെന്ന് തോന്നിയേക്കാം, പക്ഷേ അതിൻ്റെ സ്വാഭാവികമായ ഗുണം ഉണ്ടാവില്ല. അത് അതേപോലെ തന്നെയാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. സമൂഹത്തിന് എപ്പോൾ വേണ്ടാന്ന് തോന്നും അത് ഡിസ്കാർഡ് ചെയ്യും. ഇനി യാതൊരു സംശയം വിചാരിക്കണ്ട. എല്ലാ ചിന്തകളും എല്ലാ തത്വശാസ്ത്രങ്ങളും ഓരോ കാലഘട്ടത്തിൽ ആ കാലത്തെ ആ സമൂഹം നിലനിൽക്കാനായിട്ട് ഉണ്ടായതാണ്. എല്ലാ മതങ്ങളും ശാസ്ത്രീയമായി ഉരുത്തിരിഞ്ഞതാണ്. ആ കാലത്തെ ശാസ്ത്രീയത എന്നത് മാത്രം ഓർത്താൽ മതി. അതേ സാംസ്കാരിക നിലവാരത്തിൽ ഇരിക്കുന്നവർക്ക് അതിന്നും ശരിയാണ്. അതെപ്പോൾ അവർ ആധുനിക കാലത്തിലേക്ക് വരുന്നു അന്ന് അവർ വന്നോളും. നമ്മളൊരിക്കലും ഈ സ്ഥാപനവൽക്കരണം കണ്ടിട്ട്, ഈ സ്ഥാപനവൽക്കരണത്തിനുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ സ്ഥാപനവൽക്കരിക്കുന്നതോടുകൂടി അതിന് എതിരായിട്ടുള്ള വസ്തുക്കളെ ഇല്ലാതാക്കാനുള്ള ഒരു ഫോഴ്സായിട്ടത് മാറും. ഒരു തരം കൗണ്ടർ പ്രൊഡക്ടിവിറ്റി അതിനുണ്ടാവുന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന് പോകേണ്ടതില്ല. അത് സ്വാഭാവികമായും മാറണം തോന്നുമ്പോൾ മാറിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാണ് പ്രധാനമായത്. ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അതിൽ മാത്രമേ നിൽക്കേണ്ടുള്ളൂ. അതിന് അനുകൂലമായ എന്തിനേയും നമ്മൾ അംഗീകരിക്കണം. മാത്രമല്ല അതിനെതിരാവുമ്പോൾ മാത്രം നമ്മൾ ഇപ്പോൾ നിലവിലിരിക്കുന്നത് അതിനേക്കാളും നെഗറ്റീവ് നിലവിലിരിക്കുന്ന അവസ്ഥ നമ്മൾ അംഗീകരിക്കുകയും അതിനേക്കാളും പിന്നിലേക്ക് പോകുമ്പോൾ മാത്രം, ഉദാഹരണമായിട്ട് സതി ഇവിടെ എല്ലാവരും അനുഷ്ഠിക്കണം എന്നൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ 100% അതിനെ എല്ലാ പുരോഗമനവാദികളും ഇല്ലാതാക്കണം. നേരെ മറിച്ച് ശബരിമല പോവുകയെന്നോ 5 നേരം നിസ്കരിക്കുകയെന്നോ അല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ പോകും, അതിനെ 100% അംഗീകരിക്കണം.
അവർക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം മാത്രമേ, എപ്പോൾ അവർക്ക് വേണ്ടാന്ന് തോന്നുന്നു അത് നിരർത്ഥകമാണെന്ന് അവർക്ക് തോന്നുന്നു, നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം എന്ന് അവർക്ക് എപ്പോൾ തോന്നുന്നു അതുവരെ അവർ പോകണം. അത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ മനുഷ്യനാക്കാനും അവരെ മാനുഷികമായി ചിന്തിക്കാൻ അത്യാവശ്യമാണെന്നും നാം മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെയും ശബരിമലയുടെയും അതേപോലെ വേളാങ്കണ്ണിയുടെയും ഫങ്ഷൻ, സോഷ്യൽ ഫങ്ഷൻ എന്താണെന്ന് നാം മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചെറിയ സൂക്ഷ്മതലം മുതൽ സ്ഥൂലതലം വരെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റം എന്നതില്ലെങ്കിൽ ആ വസ്തു തന്നെ ഇല്ല. ആ മാറ്റത്തിന് 2-3 തരമുണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികമായ മാറ്റങ്ങൾ. അതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ആണെങ്കിലും സൗരയൂഥത്തിൻ്റെ ആണെങ്കിലും ഗാലക്സിയുടെ ആണെങ്കിലുള്ള മാറ്റങ്ങൾ. രണ്ടാമത്തെ ജീവൻ്റെ മാറ്റം. ഒരു ഉദാഹരണമായിട്ട് ചക്കക്കുരു, അതിന് സ്വാഭാവികമായ അനുയോജ്യമായ പരിസ്ഥിതി ഉണ്ടെങ്കിൽ അത് മുളച്ച് പിന്നെ പ്ലാവായി ചക്ക തരും, വലിയ വൃക്ഷമായിട്ട് മാറും. ഇതും ഒരു മാറ്റമാണ്. അതാണ് ജൈവമാറ്റം. മറ്റേത് പ്രപഞ്ചിക മാറ്റങ്ങൾ. ഈ ജൈവമാറ്റങ്ങളും പൂർണ്ണമായിട്ടും വ്യവസ്ഥാപിതമാണ്, പ്രപഞ്ചത്തിനകത്താണ്. അതിൻ്റെ ഒരു സബ്സെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് അതേ നിയമങ്ങൾ. ഇനി അതിൽ മനുഷ്യൻ എന്ന ജീവിക്ക് സാമൂഹ്യമായ കുറേ മാറ്റങ്ങളും കൂടിയുണ്ട്. ഈ സാമൂഹ്യമായ മാറ്റങ്ങളിലാണ് പിന്നെ കാറൽ മാർക്സ് ഒരു നിയമം കൊണ്ടുവന്നു. ഈ സാമൂഹ്യമായ മാറ്റങ്ങൾ പ്രപഞ്ചത്തിനകത്തുള്ള അല്ലെങ്കിൽ മനുഷ്യൻ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണെന്നും മാത്രമല്ല ആ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയേതരമായിട്ട് മനുഷ്യൻ ഇങ്ങനൊരു പ്രപഞ്ചം തന്നെ ഉണ്ടാക്കാനായിരുന്നു. അതിന് കാരണം അവൻ ഈ തലച്ചോറ് ഉപയോഗിച്ച് നിർമ്മിച്ച ഉപകരണങ്ങളാണെന്നുള്ളതാണ്. ഈ ഉപകരണങ്ങൾ ആണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണം എന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. കാറൽ മാർക്സ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായതുകൊണ്ട് അദ്ദേഹം ഉൽപാദന ഉപകരണങ്ങളാണ് സാമൂഹ്യ ബന്ധങ്ങൾക്ക് കാരണം എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. ഉപകരണങ്ങളാണ് മനുഷ്യൻ്റെ സാമൂഹ്യ നിയമങ്ങൾ ഉണ്ടാക്കാൻ കാരണം. ഈ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എന്തുള്ളൂ എന്ന് വെച്ചാൽ അത് മനുഷ്യന് മാത്രം ഉള്ള ഒരു പ്രപഞ്ചം തന്നെയാണ്. മനുഷ്യനാണ് ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യാനായിട്ട് അത് എടുക്കുകയും ഈ വസ്തു അവിടെ തന്നെ വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് അതേ ജോലി ചെയ്യാനായിട്ട് എടുക്കുമ്പോഴാണ് അതിന് ഉപകരണം എന്ന് പറയുന്നത്. ഈ ഉപകരണം ഉണ്ടാക്കുന്ന ഏക ജന്തു മനുഷ്യനാണ്. ഈ
മനുഷ്യൻ എന്ന നിർവചനത്തിന് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ജന്തു എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഈ ഉപകരണങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെപ്പോഴും ഒരേപോലെ ആവില്ല. അതൊരു ഇക്വേഷൻ അല്ല, സാധാരണ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ ആവില്ല. കാരണം മനുഷ്യൻ എന്നത് ഒരു സാമൂഹ്യ ജീവി എന്ന് പറയുന്നത് അവന് മാനസികമായ ഒരു പ്രപഞ്ചമുണ്ട്. ഈ മാനസികമായ പ്രപഞ്ചത്തിൽ ഒരു വലിയ കുഴപ്പം എന്താ വെച്ചാൽ അതിലെ ആശയങ്ങളൊക്കെ തന്നെ ഭൗതിക ശക്തികളായിട്ട് മാറും. ഈ ഭൗതിക ശക്തികൾ എന്നത് ഈ ആശയങ്ങൾ പങ്കുവെക്കുന്നതോടുകൂടി, സമൂഹത്തിൽ പങ്കുവെക്കുന്നതോടുകൂടി അതൊരു ഭൗതിക ശക്തിയായി മാറും എന്നും അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ, അത് ഒരു സ്ഥാപനവൽക്കരിക്കുന്നു. ഈ ഭൗതിക ശക്തിയെ അത്ര സാധാരണ രീതിയിൽ പുറന്തള്ളാൻ കഴിയില്ല. ആശയങ്ങളെ ആശയം കൊണ്ട് നേരിട്ടാണ്ട് കാര്യമില്ല എന്നർത്ഥം. അത് ഇപ്പോൾ ഉദാഹരണം, ദൈവം എന്നത് പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ഒരു ഉപകരണമാണ്, മനുഷ്യൻ ഉണ്ടാക്കിയ ഉപകരണമാണ്. ഈ ഭാഷ എന്നുള്ള സാധനം കണ്ടെത്തിയതോടുകൂടി ഒരു മാനസിക പ്രപഞ്ചം ഉണ്ടാവുകയും ആ മാനസിക പ്രപഞ്ചത്തിലുള്ള രണ്ട് ഉദാഹരണങ്ങളാണ്, ഒന്ന് പൂജ്യവും മറ്റൊന്ന് ദൈവവും. ഈ ദൈവത്തിനെ ഇല്ല എന്ന് പറയുന്നതും അബദ്ധമാണ് അർത്ഥം. പൂജ്യമില്ല എന്ന് പറയുന്നത് പോലെ അബദ്ധമാണ് ദൈവമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ മറിച്ച് ദൈവം എന്നത് സമൂഹത്തിൻ്റെ ഒരു സ്വത്താണ്, സമൂഹം കണ്ടെത്തിയ ഒരു വലിയ ഉപകരണമാണ്. അതിന് അതിൻ്റേതായ ഫങ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കമ്മ്യൂണിസത്തെ തന്നെ നാം ഇന്ത്യനൈസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇറക്കുമതി ചെയ്ത തത്വശാസ്ത്രത്തിന് ഒരിക്കലും എന്തില്ല, അതിന് സ്വാഭാവികമായി ഇൻറ്റേണലൈസ് ചെയ്യാൻ പ്രയാസമാണ്. അത് പിന്നെ അതിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനും കഴിയാൻ പ്രയാസമാണ്. നേരെ മറിച്ച് ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ സമത്വം എന്നത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. പണ്ട് മുതലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയിലുള്ള എല്ലാം മനുഷ്യൻ്റെതാണെന്നും അഹം ബ്രഹ്മാസ്മി ലോകാ സമസ്തോ സുഖിനോ ഭവന്തു തത്വമസി ഏകഭുജേ യോഗി മുതലായ എത്രയോ മുദ്രാവാക്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൂർവികരുടെ അതിൽ നിന്നാണ് നമ്മളിവിടെയുള്ള ആശയങ്ങൾ വികസിപ്പിക്കേണ്ടതും വികസിപ്പിച്ച് പൊതുജനങ്ങളിൽ പകർത്തും. അങ്ങനെ നമ്മുടെ തന്നെയാണ് നമ്മുടേതായ സ്വന്തം ഇവിടുന്ന് വികസിപ്പിച്ച ഈ മണ്ണിൽ വളർന്ന് വികസിച്ച തത്വശാസ്ത്രങ്ങളെ തന്നെയാണ് യഥാർത്ഥത്തിൽ നാം ഈ നാട്ടിൻ്റെ മണവും ചൂരും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതുപോലെ നിങ്ങൾ നോക്കുക, കമ്മ്യൂണിസത്തിന് ചൈനയിലും റഷ്യയിലും രണ്ട് രീതിയിലാണ് അവർ കണ്ടത്. ഒരാൾ, അതായത് സോവിയറ്റ് യൂണിയൻ കണ്ടത് പരമാവധി അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ്. മറ്റുള്ള രാജ്യങ്ങളും കൂടി കമ്മ്യൂണിസ്റ്റ് ആക്കണം, അമിതമായ താല്പര്യം. ആ നാട്ടിലുണ്ടായത് അവിടുന്ന് ഉണ്ടായതല്ല. അതേപോലെ അതിനുള്ള സാവകാശം കൊടുക്കാൻ അവർ തയ്യാറല്ല. നേരെ മറിച്ച് അത് കയറ്റുമതി ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന, ഏതൊരു പിശാചിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ എന്തിനേക്കാളും ഭയക്കുന്ന, പ്രത്യേകിച്ച് അധികാരി വർഗം
ഉടമവർഗം അതിനെ പരമാവധി പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു. അതിന് എല്ലാ മതങ്ങളും, കാരണം മതങ്ങൾക്കൊക്കെ നഷ്ടപ്പെടാനുണ്ട്, ഈ മതങ്ങളൊക്കെ തന്നെ അവരുടെ കൂടെ കൂടേണ്ടി വന്നു. അത് കാരണമാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ തകരാനായത്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞത്? ചൈനയിൽ എന്താണ്? ഇത് ഞങ്ങൾ ആർക്കും കൊടുക്കില്ല, ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടർ. എവിടെ? ചൈനയിൽ. അത് വേറെ ആർക്കുള്ളതല്ല. ഞങ്ങൾക്ക് മറ്റുള്ള എല്ലാവരോടും ഒരേപോലെ മനുഷ്യർ എന്നുള്ള നിലക്ക് പെരുമാറാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെ സഹായിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തുള്ളത് പങ്കുവയ്ക്കും. വെറുതെ ഒന്നുമല്ല, നമുക്കും ലാഭം കിട്ടുകയാണെങ്കിൽ എന്ന രീതിയിലായപ്പോൾ അവർക്ക് ലോകം മുഴുക്കെ പടരാനും ലോകം മുഴുക്കെ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലും മറ്റൊക്കെ പങ്കെടുത്ത പോലെ. ഇപ്പോൾ നോക്കുക നിങ്ങൾ, എത്രയോ കാലമായിട്ട് ആഫ്രിക്കയിൽ 53 രാജ്യങ്ങൾ എല്ലാം 100% അമേരിക്കയുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ കീഴിലായിരുന്നു. ഇവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് കാരണം ഒക്കെ മെല്ലെ 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 അവിടുന്ന് പോവുക. 50 രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുടെ ഭാഗത്തായിരുന്നു. അതിന് കാരണം അവരുടെ മേലെയുള്ള ആൾക്കാരെ ഈ സാമ്പത്തികമായ വിപ്ലവം വരുന്നവരല്ല ഇവർ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവരതിനകത്ത് കടത്തി എന്നുള്ളതാണ്. അപ്പോഴേ അവർക്ക് അവർ തമ്മിൽ ചർച്ച ചെയ്യാനും ഭേദം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ വേരുകളും അവരുടെ സ്വാധീനവും ആഫ്രിക്കൻ രാജ്യങ്ങൾ എങ്ങനെ ഇല്ലാതാവുന്നു എന്നുള്ളത് നിങ്ങൾ പുതിയ ചൈനയുടെ ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തെ പൂർണ്ണമായും അവർ സ്വാംശീകരിച്ച്, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരെ അത് സ്വാംശീകരിച്ചതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തെ പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കുകയും അതിനനുസരിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ ഉണ്ടായിരുന്നത് മാറ്റമുണ്ട്, ചലനം എന്ന് വ്യാപകമാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ചലനം എന്നത് വ്യാപകമാണ്, ചലനമില്ലാതെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ചലനം ഒരു ബാഹ്യ ഇടപെടലായിട്ട് കാണേണ്ടിയിരുന്നു. അത് അങ്ങനെയല്ല, അത് ആന്തരികം തന്നെയാണെന്നും അതില്ലെങ്കിൽ ഈ വസ്തു തന്നെയല്ല എന്ന പുതിയ ആശയമാണ് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം വയ്ക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഈ ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ തന്നെ പറയുന്നത് ഒരു വസ്തു അത് റെസ്റ്റിലാണെങ്കിലും മോഷനിലാണെങ്കിലും ഒരു ബാഹ്യ പ്രേരണ ഇല്ലാതെ അതിൻ്റെ സ്റ്റേറ്റ് മാറില്ല, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്ഥിതി മാറില്ല എന്നാണ്. ബാഹ്യ പ്രേരണ ഇല്ല, മാത്രമല്ല ഈ റെസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. അത് രണ്ടും അപകടം. അതായത് ഈ ശാസ്ത്രത്തിൻ്റെ വികാസം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ഓരോ രാജ്യവും ആ രാജ്യത്തെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യങ്ങൾ
അവിടെയുള്ള നിലവിലുള്ള അതിൽ നിന്ന് ഉപകരണങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് മാറാവുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തുകയും മാറുകയും ചെയ്യണം. അതാണ് വേണ്ടത്. കാരണം മനുഷ്യരെല്ലാവരും സമത്വത്തിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരും അത് സ്ത്രീ പുരുഷ ലിംഗ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ബോധം എന്ന അടിസ്ഥാന തത്വം അംഗീകരിച്ച് ആ നാട്ടിലെ സംസ്കാരത്തിൻ്റെ വികാസമായിട്ട്, അല്ലാതെ അതിലുള്ള വേണ്ടാത്തതൊക്കെ തന്നെ എടുക്കണമെന്നോ അതിനെ നിഷേധിക്കണമെന്നോ അതിനെ പിന്നെ വിമർശിച്ച് കാലം കളയണം എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കി നമുക്കതിനൊന്നും നേരില്ല, അതിനൊന്നും സാധ്യമല്ല. അത് നിർബന്ധമായിട്ട് വരികയാണെങ്കിൽ അപ്പം അതിനെ എതിർക്കുക എന്നുള്ള നിലയിൽ നാം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുറച്ചും കൂടി അവധാനതയോടുകൂടി നമ്മളെ സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിച്ച നമ്മളെ പൂർവികരുടെ ആ ആശയങ്ങളിൽ നിന്ന് വികസിക്കുന്ന സമത്വസുന്ദരമായ ഒരു ലോകമാണ് നമ്മളെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കണം. ഈ സാമാന്യ ആപേക്ഷികതയും അതേപോലെ ക്വാണ്ടം സിദ്ധാന്തവും അടിസ്ഥാനപരമായി അംഗീകരിക്കുന്ന മാറ്റം 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 എന്നത് സമൂഹത്തിനകത്തു നിന്നും ഉള്ളതാണെന്നും അതിനെ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തടയാനാവില്ല എന്നും അതുകൊണ്ട് തന്നെ അതിന് ശാസ്ത്രീയമായ നിലയിൽ എങ്ങനെ അത് നിലവിലിരിക്കുന്ന ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആധുനിക കണ്ടെത്തലുകളുമായി സമന്വയിപ്പിക്കാമെന്നും നാം പഠിക്കണം, മനസ്സിലാക്കണം. അത് അങ്ങനെ സമൂഹത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു നവയുഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഇന്ത്യയിൽ വേരുകളുള്ള ഇറക്കുമതി ചെയ്യാത്ത അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതൊരു പ്രത്യേക ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ CPM-നോടോ CPI-യോടോ പറയാനുള്ള അധികാരം എനിക്കില്ല. കാരണം അവർ ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഭൂരിപക്ഷ അഭിപ്രായം എപ്പോൾ മാറുന്നോ അപ്പം മാറേണ്ടതാണ്. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമായിട്ട് എടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക, ഇത് ശരിയാണോ നോക്കുക. ഇങ്ങനെ ഗഹനമായ പ്രത്യേകിച്ചും സമകാലികമായ ആധുനികമായ രീതിയിലുള്ള ചിന്തകൾക്ക് താല്പര്യമുള്ളവർ മാത്രം ഈ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പരമാവധി അങ്ങനെയുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്തവർ ഇത് കണ്ടിട്ട് ബോറടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.